ഹായ് മക്കളെ, നമ്മുടെ നീറ്റ് 2025 ടോപ്പർ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. എൻ്റെ കൂടെ ഉള്ളത് അജീമാണ്. അജീം, അപ്പം 2025 നീറ്റ് കഴിഞ്ഞ് അത്ര എളുപ്പമല്ല ഇത്തവണ 600+ ഒക്കെ സ്കോർ ചെയ്യുക അല്ലേ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അച്ചീവ്മെന്റ് കഴിഞ്ഞിട്ടാണ് അജീം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്ന 2025 നീറ്റിൻ്റെ ഡേ? ഓർത്തെടുക്കാൻ ഇഷ്ടപ്പെടുന്നാത്തൊരു ദിവസമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും എങ്ങനെയുണ്ട് ഓവറോൾ ആ ഡേ? എന്തായിരുന്നു അത് കഴിഞ്ഞ്? ചിലപ്പോൾ അന്നത്തെ ദിവസം എല്ലാ പ്രതീക്ഷയും പോയിട്ടുണ്ടാകും. ഇപ്പം എന്ത് ഫീൽ ചെയ്യുന്നു? എന്താണ് ആ വ്യത്യാസം എന്ന് പറയാവുന്നത്? അതെ, ഞാനിപ്പോൾ എക്സാം നമ്മൾ അത്യാവശ്യം ടഫ് ആകുമെന്ന് വിചാരിച്ചു തന്നെയായിരുന്നു കയറിയത്. പക്ഷെ ഇത്രത്തോളം വരുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഇല്ല, ആദ്യം ബയോളജി എഴുതിയിട്ടാണ് തുടങ്ങാറ്. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ ബയോളജി എഴുതിയപ്പോൾ തന്നെ മനസ്സിലായി അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പേപ്പറാണ്, നമുക്ക് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റിയ പേപ്പറാണെന്നുള്ളത് മനസ്സിലായി. ഒരു 55 മിനിറ്റ്സ് കൊണ്ട് ബയോളജി അറ്റൻഡ് ചെയ്തു. പിന്നെ ഞാൻ കയറി ഫിസിക്സ്. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ ആയപ്പോൾ എനിക്ക് തോന്നി ഇത് കുറച്ച് ടഫാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു, കെമിസ്ട്രിക്ക് പോയി. കെമിസ്ട്രി അപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കെമിസ്ട്രി എത്രയും പെട്ടെന്ന് തീർക്കുക, എന്നിട്ട് ഫിസിക്സിലോട്ട് വരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ കെമിസ്ട്രി എബോവ് മോഡറേറ്റ് ആയിരുന്നു, അത് അങ്ങനെ പെട്ടെന്ന് ചെയ്തു, ഫിസിക്സിലോട്ട് എത്തി. അപ്പം അതിൻ്റെ ഒരു കെമിസ്ട്രി അതിൻ്റെ ഒരു പ്രശ്നം പറ്റി, ചെറിയ മിസ്റ്റേക്ക് പറ്റി. കാരണം നമുക്കൊരു ടെൻഷൻ ഉണ്ട്, എന്ത് ഫിസിക്സ് നമുക്ക് എങ്ങനെയെങ്കിലും എത്തണം എന്നുള്ള. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും എത്തി എന്നുള്ളതാണ്. പിന്നെ കഴിയാത്തത് വിട്ടു. ഹോസ്റ്റൽ എല്ലാവരും എനിക്ക് തോന്നുന്നു 570+ ഒക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ. അതെ. ഓക്കെ, അടുത്ത അമീൻ ഇപ്പോൾ വന്ന് ഞാൻ കണ്ടു, 600+ അമീനും ഞാനിപ്പോൾ ഇവിടെ കണ്ടു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ലൈക്ക് ഈ ആ എക്സാം ഡേയിൽ ബയോളജി ആദ്യം ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു അല്ലേ? കാര്യം ഇവിടുത്തെ ഒരു മോക്കിന്റെ ഒക്കെ അതേ പാറ്റേൺ തന്നെയായിരുന്നല്ലോ ബയോളജി ഡെഫിനറ്റ്ലി. അപ്പം അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അപ്പം എക്സാം എഴുതി കഴിഞ്ഞാൽ എന്തായിരുന്നു ഫീലിംഗ് ഉണ്ടായിരുന്നത്? എക്സാം എഴുതി കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വേഴ്സറ്റൈൽ ആയിരിക്കണമല്ലോ. എക്സാം ടഫ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ടഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഈസി ആണെങ്കിൽ എല്ലാവർക്കും ഈസി ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് സ്കോർ ചെയ്യണം എന്നുള്ള ഒരു ഇതിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്, മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നത്. നമുക്ക് ഓവറോൾ ഒന്ന് പ്രിപ്പറേഷൻസിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാൻ, റൈറ്റ്? അപ്പം എങ്ങനെയായിരുന്നു ഇപ്പോൾ ഈ ഓൺലൈൻ ഓഫ്ലൈൻ ഡേ റിപ്പീറ്ററാണ് അജീം എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയായിരുന്നു ഓൺലൈൻ ഓഫ്ലൈൻ ഡേ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്തിരുന്നു? ആ പ്രിപ്പറേഷൻ പാറ്റേൺ ഒന്ന് കറക്റ്റായിട്ട് പറയുമായിരുന്നു? കൃത്യമായി DPP ഫോളോ ചെയ്തിരുന്നു? അതല്ലാതെ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്? ഫിസിക്സിനെ കുറിച്ച് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. എങ്ങനെയായിരുന്നു അത് മുമ്പോട്ട് പോയിരുന്നത്? ശരിക്കും ഒരു സൈലത്തിൽ ഒരു റിപ്പീറ്റർ സ്റ്റുഡൻറ്റ് ശരിക്കും ഒരു റിപ്പീറ്റ് ചെയ്യുന്നൊരു ഫീൽ, നമുക്ക് ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടും. കാരണം ഓൺലൈൻ നമ്മൾ ഒരു ദിവസം നോക്കുന്നുണ്ട്, പിന്നെ ഒരു പിറ്റേ ദിവസം സെയിം സാധനം നമ്മൾ ഓഫ്ലൈൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് എവിടെയും ഇല്ലാത്തൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ഒരു ടോപ്പിക് പോലും നമുക്ക് മിസ്സാകത്തില്ല. ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധ വിട്ടു പോയാൽ നമുക്ക് ചിലപ്പോൾ ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസോ എന്തെങ്കിലും മിസ്സായി പോകും. പക്ഷെ നമ്മൾ ഓൺലൈൻ ആദ്യം നോക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലൈൻ ബൈ ലൈൻ നമ്മൾ ക്യാച്ച് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തേക്ക് പോകുള്ളൂ. അപ്പോൾ ഒന്നും മിസ്സാകത്തില്ല. അപ്പോൾ ഫിസിക്സൊക്കെ നമ്മൾ ആദ്യം ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ബേസ് റെഡിയാക്കുക എന്നുള്ളത് തന്നെയാണ്. തിയറി കോൺസെപ്ഷ്യലായിട്ട് ആദ്യം പക്ക ആക്കിയിട്ട് പിന്നെ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ എക്സ്പോഷർ കൊടുക്കുക. അങ്ങനെയായിരുന്നു. DPP ആയിരുന്നു കൂടുതലും ഫിസിക്സിനായിട്ട് യൂസ് ചെയ്തത്? അതെ. ഞാൻ അത്യാവശ്യം നോട്ട് ചെയ്തിട്ടോ അങ്ങനെയൊന്നുമില്ല. എക്സ്ട്രാ നമുക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നത് ജസ്റ്റ് സൈഡിൽ എവിടെയെങ്കിലും എടുത്ത്, പിന്നെ ഷോർട്ട് നോട്ടോ അങ്ങനെയൊന്നുമില്ല. DPP ഫാസ്റ്റായി റിവൈസ് ചെയ്യാന്നുള്ളതായിരുന്നു അവസാനം വരെ. മിനിമം ഒരു, എനിക്ക് തോന്നുന്നു DPP ഞാൻ കഴിഞ്ഞ ഇതിലൊന്നും കാണിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് DPP അറിയാത്തവർക്ക്. ഒരു ചാപ്റ്റർ ഒരു ബുക്ക്ലെറ്റ് എന്നുള്ള രീതിയിലാണ് നമുക്ക് DPP വരിക. അതിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ഒരു ചാപ്റ്ററിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ ഓഫ്ലൈൻ ഡേ എല്ലാം കൂടെ ഏകദേശം ഒരു 150 ക്വസ്റ്റ്യൻസ് അല്ലെ, ഒരു 200 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മളൊരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ആകെ ഒരു ചാപ്റ്ററിൽ നിന്ന് 30 ചോദ്യങ്ങളൊക്കെയാണ് മാക്സിമം ചെയ്യുക ഒരു തിയറി എടുത്തു കഴിഞ്ഞാൽ. കാര്യം തിയറി എടുക്കാൻ ചേരാൻ നോട്ട് എഴുതി സമയം നമുക്ക് പോകും. പിന്നെ ക്ലാസ്സിൽ അന്നൊന്ന് തീർക്കണമെന്നുള്ളൊരു ടാർഗറ്റ് ഒന്നും ആർക്കും ടീച്ചേഴ്സിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ലാഗ് അടിച്ചായിരിക്കും പലയിടത്തും തീരുക. ഇവിടെ അങ്ങനെയല്ല, ഒരു ചാപ്റ്ററിൽ നിന്ന് 200 ക്വസ്റ്റ്യൻ എങ്കിലും കൃത്യമായി നിങ്ങൾക്ക് DPPയിൽ കിട്ടുമെന്നല്ല, അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതെ സർ, ഇപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ മാർക്കല്ലല്ലോ, റാങ്ക് ആണല്ലോ. റാങ്ക് അടിക്കാൻ DPP ഇനഫ്. അപ്പം റാങ്ക് അടിക്കാൻ പറ്റിയ രീതിയിൽ തന്നെയായിരുന്നു DPP. എത്ര തവണ ആക്ച്വലി DPP? ഒരു 3 തവണയെങ്കിലും റിവൈസ് ചെയ്തു? ഞാൻ ഫുൾ പക്ക DPP തന്നെ ആയിരുന്നു. അവസാനം ഇപ്പോൾ തലേ ദിവസം ആണെങ്കിൽ പോലും 2 ദിവസം ആണെങ്കിൽ പോലും DPP പെട്ടെന്ന് വായിച്ചു വിടുക എന്നുള്ളതാണ് കാര്യം ഫിസിക്സിൽ. ഇനി കമ്മിങ് ടു കെമിസ്ട്രി, NCERT കൂടുതലായിട്ട് നോക്കിയിരുന്നു. എങ്ങനെയാണ് അതിന്റെ ഒരു പാറ്റേൺ? NCERT ഇപ്പോൾ ഓർഗാനിക് ആണെങ്കിലും ഇൻഓർഗാനിക് ആണെങ്കിലും NCERT അത്യാവശ്യം നോക്കിയിരുന്നു. അതർ ദാൻ DPP എന്ന് പറയുന്നത്. അതെ. ഇത്തവണ നമ്മുടെ DPP കുറച്ചും മീൻസ് ഒരു NCERTയുടെ
ഒരു കാര്യം കൂടെ പറയുകയാണ്, ഒരു പേജ് NCERT ഒരു പേജ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഒരു മെറ്റീരിയൽ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പം അതും കുറച്ചും കൂടെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. NCERTയെ കുറച്ചും കൂടെ തീർച്ചയായിട്ടും ഒന്ന് ആഡ് ഓൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം കെമിസ്ട്രി ഈ പറയുന്ന ഇനോർഗാനിക് ഓർഗാനിക് NCERT നോക്കുമായിരുന്നു. കമ്മിങ് ടു ബയോളജി എന്തായിരുന്നു അതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ബയോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും നമ്മൾ DPP കൂടി നോക്കണം ശരിക്കും. അതായത് ഇപ്പോൾ കുറച്ചൊക്കെ ഔട്ട് എന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് DPP ഉണ്ടായിരുന്നു. അപ്പോൾ NCERT തറവായിട്ട് വായിക്കണം. പിന്നെ പ്ലസ് DPP കൂടി ആയാലും പിന്നെ ഒന്നും നോക്കാനില്ല ശരിക്കും. നോക്കാനില്ല, ഡെഫിനറ്റ്ലി അത് തന്നെയാണല്ലോ. ഏതായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട് ഈ 3 എണ്ണത്തിൽ ഏതായിരുന്നു ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്? ഇപ്പോൾ ഈ എക്സാമിലാണ് സാർ. ഈ എക്സാമില് ആൾവേസ് ഫിസിക്സ് അല്ല ഞാൻ ചോദിക്കുന്നത്, മൊത്തത്തിൽ അജീമിന് എന്തായിരുന്നു ഡിഫിക്കൽട്ട്? ഞാൻ മെയിൻ ആയിട്ട് എന്റെ കോൺസെൻട്രേഷൻ ഫിസിക്സിലായിരുന്നു. അതെ, ഫിസിക്സ് ആണ് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ശരിക്കും എന്നെ രക്ഷിച്ചത് ഫിസിക്സ് ആണ്. അത്യാവശ്യം കമ്പാരിറ്റീവ്ലി ഫിസിക്സിലാണ് നല്ല സ്കോർ വന്നിട്ടുള്ളത്. ഒരു മീൻസ് എനിക്ക് തോന്നുന്നു ആ സ്കിപ്പ് ചെയ്തിട്ട് പിന്നെയും സമയം കഴിഞ്ഞ് തിരിച്ചു വന്ന് അതിനകത്തൊരു എഫേർട്ട് എടുത്തുകൊണ്ട് ഫിസിക്സ്, അതായത് കെമിസ്ട്രി ചെയ്തപ്പോൾ ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്ത് അത്യാവശ്യം ഫിസിക്സ് ചെയ്യാൻ പറ്റിയെന്നാണ്. ഫിസിക്സ് ആണ് ഹെൽപ്പ് ചെയ്തത്. ഏത് ഇപ്പൊ ഞാൻ ചുമ്മാ ചോദിക്കാൻ ഒരു ഫണ്ടായിട്ട് ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഇനി പഠിക്കണ്ടെന്ന് തോന്നിയ ഏതെങ്കിലും ചാപ്റ്റർ പ്രിപ്പറേഷൻ സമയത്ത് ഉണ്ടായിരുന്നു? ലൈക്ക് ഫിസിക്സ് കെമിസ്ട്രിയിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ അങ്ങനെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നോ? ശരിക്കും അത് എല്ലാവർക്കും തോന്നുന്നപ്പോൾ ഫ്ലൂയിഡ്സ് ഒക്കെ ആയിരിക്കും. പക്ഷെ റാങ്ക് ഡിസൈഡ് ചെയ്യുക അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ആണ്. കാരണം ഒരു 1-2 ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ, പക്ഷെ അത് അധികം പേരും സ്കിപ്പ് ചെയ്യും. അപ്പൊ അങ്ങനത്തതൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഒരു ഭാഗം മിസ് ചെയ്യാതെ. അങ്ങനെ തോന്നിയിട്ടുള്ളൊരു ലൈക്ക് ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ പറയുന്ന സബ്ജക്റ്റുകളിൽ 3 സബ്ജക്റ്റിൽ ഏത് സബ്ജക്റ്റാണ് നീറ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ഫണ്ണായിട്ട് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് സബ്ജക്റ്റ് ഒഴിവാക്കണം? ഈ വർഷം ഞാൻ വന്ന അന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഫിസിക്സ് ആയിരിക്കണം. പക്ഷെ അവസാനമായപ്പോ പിന്നെ ഞാൻ അത്യാവശ്യം ഫിസിക്സ് ഒരു ഓവർ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സാർ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ സൈലത്തിന്റെ ഈ ഇപ്രാവശ്യം എക്സാം ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഷോർട്ട് കട്ട് ഉണ്ടല്ലോ, അത് ഇപ്രാവശ്യത്തെ എക്സാമിലാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത്. കാരണം നമുക്ക് ടൈം ബാലൻസ് ചെയ്യണമല്ലോ. ഇത്രയും ടൈറ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഷോർട്ട് കട്ടുകളും കൂടി പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ബാലൻസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഇപ്രാവശ്യം തന്നെ നമ്മൾ ഡുവൽ നാച്ചർ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു, ലാംഡ ഫോട്ടോൺ ബൈ ലാംഡ ഇലക്ട്രോണിന്റെ റേഷ്യോ. അതെ, അത് ശരിക്കും ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാം. പക്ഷെ അത് ഞാൻ 4 സെക്കൻഡ് കൊണ്ടാണ് ചെയ്തത്. ആ ഒരു ടൈം എനിക്ക് പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യം ഷോർട്ട് കട്ട് അതിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൃത്യമായി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഇപ്പോൾ ആക്സലേഷൻ ടൈമിന്റെ ടേമിൽ തന്നിട്ട് ഒരു ഡിഫറൻഷ്യൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഡയറക്റ്റ് നമ്മൾ DPP ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു 3F/8 ക്യൂബ് റൂട്ട് എടുക്കാൻ വേണ്ടിയുള്ള രീതിയിൽ വി ക്യൂബിന്റെ വെച്ചിട്ടുള്ള ഡബിൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ. അപ്പൊ അത് നമ്മൾ കൃത്യമായി അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നമ്മുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെ DPP-യിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് അല്ലെ? അതൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ എനിക്കൊന്ന് റിലേറ്റീവ് വെലോസിറ്റിയുടെ കണക്ക് നമ്മൾ പഠിപ്പിച്ച് ഷോർട്ട് കട്ട് ഡയറക്ട്ലി NCERT വന്ന എല്ലാം എനിക്കൊന്ന് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഇത്രയും ടഫിനിടയിലും ഒരു 10 ക്വസ്റ്റ്യനുകൾ എടുത്ത് മാറ്റി വെച്ചാൽ ബാക്കിയെല്ലാം ഡയറക്ട്ലി DPP പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? അതെ, ഇതിപ്പോ ഈ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലെ ഒട്ടുമിക്ക ആൾക്കാരും കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആണ്. റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് തന്നെ DPP തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ DPP അത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ സന്തോഷം. എന്തായാലും ഇനി ഞാൻ ഒരു കണ്ടിന്യൂഷന്റെ ഭാഗമായിട്ട് തന്നെ ചോദിക്കുകയാണ്. അതായത് നീറ്റ് 2025 ഇപ്പം തുടങ്ങുന്ന സമയത്ത് ചില ആളുകൾ പറയത്തില്ല ഇന്ന ടോപ്പിക്ക് ഭയങ്കര ടഫായിരിക്കും, ഇന്ന ടോപ്പിക്ക് അങ്ങനെയായിരിക്കും. അങ്ങനെ ഏതെങ്കിലും തോന്നിയത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എളുപ്പമായിട്ട് തോന്നിയ ഏതെങ്കിലും ഉണ്ട്? ഒരു മിത്തായിട്ട് പറയത്തില്ലേ, ചില ആളുകൾ പറയുന്നത് റൊട്ടേഷൻ ഭയങ്കര ടഫായിരിക്കും, അല്ലെ ഓർഗാനിക് ഭയങ്കര ടഫാണ്, പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് എളുപ്പമാണെന്ന് തോന്നിയ ഏതെങ്കിലും ടോപ്പിക് ഉണ്ടായിരുന്നോ? അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തുടക്കത്തിൽ തെർമൽ പ്രോപ്പർട്ടീസ് അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഇത്ര ഉള്ളായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് വന്നു. DPP-യിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ തോന്നിയിട്ടുള്ളൊരു കാര്യം. കറണ്ട് ഇലക്ട്രിസിറ്റി അങ്ങനെ തന്നെയായിരുന്നു. പല സാറിന് തന്നെ പല ട്രിക്കുകളോടുകൂടി പഠിച്ചപ്പോൾ പിന്നെ അതൊക്കെ സിമ്പിളായി അവസാനം ട്രിക്സ് ഉള്ളതുകൊണ്ട് അത് എളുപ്പമായിട്ട് മാറിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ലൈക്ക് ഇപ്പോൾ 2026 പ്രിപ്പയർ ചെയ്യാൻ പോകുന്നൊരു ആളുകളുണ്ടല്ലോ, കുറേ ആളുകൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പം ഈ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഇനി അടുത്ത തവണ അങ്ങനെ തന്നെ ആയിരിക്കും. ഡിഫിക്കൽട്ടായ കട്ട് ഓഫ് പറയുന്നത് മാത്രമല്ല, വേറെ അതിനകത്ത് സംഭവിക്കാനില്ല. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ആരൊക്കെ മീൻസ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളോടൊക്കെ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ സൈലത്തിൽ വരാൻ ഒരുപാട് പേര് ഓൾറെഡി ജോയിൻ ചെയ്തിട്ട് മെയ് 10-നും 15-നും ഒക്കെ ആയിട്ട് എത്തുന്നവരുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത് ഇതിൽ? അതായത് ഇപ്പോൾ ഈ ഒരു എൻട്രൻസ് ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ഒരു 30-35% നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു 65% നമ്മളെ കയ്യിലാണ്. അപ്പോൾ ആ 35% നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട, അത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി 65% കാര്യം നിങ്ങൾ ഉറപ്പിച്ചാൽ മതി. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ സൈലം ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ്.
പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ടഫാന്ന് വിചാരിച്ചിട്ട് ബേസ് ഇല്ലാതെ ആദ്യം തന്നെ ടഫിലേക്ക് പോകാതിരിക്കായിരിക്കും നന്നാവുക. ആദ്യം ബേസ് തന്നെ ക്ലിയർ ആക്കിയിട്ട് കോൺസെപ്ഷ്യലി പക്ക ആക്കിയിട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ റിവിഷൻ ടൈമിലൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അങ്ങനെ ആ ലെവലിലേക്ക് എത്തുകയായിരിക്കും നന്നാവുക എന്ന് തോന്നുന്നു. സജീവ് പറഞ്ഞ തന്നെയാണ് എനിക്കുള്ളത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയുടെ സക്സസ്സിൽ ഒരു 40% അല്ലെങ്കിൽ 35% അജീവ് പറഞ്ഞ പോലെ അത്ര എഫേർട്ട് അത്രയും നമുക്ക് തരാൻ പറ്റുള്ളൂ കോൺട്രിബ്യൂഷൻ. ബാക്കി റെസ്റ്റ് നിങ്ങൾ തന്നെ ഇടണം. പക്ഷേ ഞങ്ങൾ ഈ DPP ഉണ്ടാക്കിയും ഇങ്ങനെ ഓൺലൈൻ ഓഫ്ലൈൻ മെത്തേഡൊക്കെ കൊണ്ടുവന്നു, ഹൈബ്രിഡ് പ്രോഗ്രാം കൊണ്ടുവന്നു, ഇപ്പോൾ NCERTയുടെ പുതിയ മെറ്റീരിയൽ, ഇനി ഇത്തവണ നമ്മൾ അഡ്വാൻസ് DPP തരുന്നുണ്ട് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഓരോ ഡേയിലും. അപ്പം ഇതെല്ലാം ചെയ്യുന്നതോടുകൂടി ഞങ്ങൾ ആ എഫേർട്ട് ഒരു 40% വരെ ആക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ റെസ്റ്റ് 60% നിങ്ങൾ ഇട്ടാൽ മാത്രമേ റിസൾട്ട് ആകുള്ളൂ. അതിന് പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഇങ്ങോട്ട് എത്തുക. നമുക്ക് റിസൾട്ടായിട്ട് അത് അടുത്ത തവണ ഇവിടെ വന്ന് നിങ്ങളിരുന്ന് സംസാരിക്കേണ്ടവരാണ്. ഇതുപോലെ അടുത്ത സക്സസ് സെലിബ്രേഷൻ വരുന്നുണ്ട്, അന്ന് നമുക്ക് ആഘോഷിക്കേണ്ടതാണ് നിങ്ങളുടെ സക്സസ്. അതുപോലെ തന്നെ സൈലം അവാർഡ്സ്, കേരളം കാണാത്തൊരു അവാർഡ് ഫംഗ്ഷൻ ഒരു ഡേ വരുന്നുണ്ട്, അന്നും നിങ്ങൾ ഇവിടെ എത്തേണ്ടതാണ് ആയിരക്കണക്കിന് ആളുകളുടെ കൂടെ അവാർഡ് വാങ്ങാനായിട്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകേണ്ടവരാണ്. ഇങ്ങോട്ട് പോരുക, തകർക്കാം നമുക്ക് അല്ലേ ജിം? ഓൾ ദ ബെസ്റ്റ്. അപ്പം ഒരു മെഡിക്കൽ കോളേജിൽ നമുക്ക് കാണണം, ഡോക്ടർ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യാനും ഒക്കെയുള്ള അവസരം കിട്ടട്ടെ. നല്ല ഒരു പുതിയ ഈ പറയുന്ന പുതിയ സെഗ്മെന്റിലേക്ക് ചെന്ന് PG അങ്ങനത്തെ ഉള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു സർ.